എവിടെയെങ്കിലും വെച്ച് നമ്മൾ കാണുന്നു ഞാൻ പറഞ്ഞത് ഇവിടെ വെച്ചാവുന്നു കരുതിയില്ല അല്ലേ വിവേകാനന്ദൻ? നിങ്ങളെന്നാ എന്നെ വിചാരണ ചെയ്യാൻ പോവാണോ? ഇനി ഞങ്ങള് പറയണത് താൻ അനുസരിക്കും, മനസ്സിലായോ? മിസ്റ്റർ വിവേകാനന്ദൻ, എന്റെ യൂട്യൂബ് ചാനലിനെ അത്യാവശ്യം നല്ല ഫോളോവേഴ്സ് ഉള്ളതാ. ഐഷൂസ് വ്ലോഗ്. ഇന്നത്തെ എപ്പിസോഡ് മാസാവുന്ന ഞാൻ രാവിലെ മുതൽ പ്രമോ വിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വ്യൂവേഴ്സ് കട്ട വെയിറ്റിംഗ് ആയിരിക്കും. നമുക്കിന്ന് തുടങ്ങിയാലോ? ഞാൻ ലൈവ് പോകാൻ പോവാം. ഓക്കേ, അവിടെ എല്ലാം സെറ്റ് അല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ? ഇല്ല, എല്ലാം ഓക്കെയാണ്. ഓ, ഓൾ ദി ബെസ്റ്റ്. ഹായ് ഗൈസ്, ഇറ്റ്സ് മീ ഐഷു. വെൽക്കം ബാക്ക് ടു ഐഷൂസ് വ്ലോഗ്. സാധാരണ ഞാൻ റെക്കോർഡഡ് വീഡിയോസ് ആണ് അപ്ലോഡ് ചെയ്യുന്നത്. പക്ഷെ ഇന്ന് ലൈവിൽ വന്നതിന് ഒരു പ്രത്യേക റീസൺ ഉണ്ട്. അത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു തുടങ്ങുമ്പോൾ മനസ്സിലാവും. ഇന്നിപ്പോ ഈ ലൈവില് ഞാനൊരു പ്രശ്നം അവതരിപ്പിക്കാൻ പോവാ. സൊല്യൂഷൻ നിങ്ങൾ പറയണം. ആൻഡ് യു ഹാവ് ടു സജസ്റ്റ് ദ ക്ലൈമാക്സ് ടു. ഓക്കെ, ദെൻ വാച്ച്. ഞാനിപ്പോ നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ മനോഹരമായ ഒരു വില്ലേജിലെ ഒരു വീട്ടിലാണ്. വിവേകാനന്ദൻ എന്ന ആളുടെ വീട്ടിൽ. ഈ വിവേകാനന്ദനാണ് ഇന്നത്തെ നമ്മുടെ ലൈവിലെ താരം. വിവേകാനന്ദനെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് അയാളുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ 2 പേരെ ഞാൻ പരിചയപ്പെടുത്താം. ഇത് സിത്താര, വിവേകാനന്ദന്റെ ഭാര്യയാണ്. ഇവിടുത്തെ പഞ്ചായത്ത് ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. ഇനി സിത്താര പറയും. നമസ്കാരം, ഞാനൊരു സാധാരണ സ്ത്രീയാ. ഇത് കണ്ടോ ചേട്ടായി? ഇത് എന്നാ സംഭവം? 7 വർഷമായി. ഒരു മോളുണ്ട്. ഹസ്ബൻഡിന്റെ അമ്മയുടെ കൂടെ ഈ വീട്ടിലാണ് താമസിക്കുന്നത്. വിവേകേട്ടൻ ഒരുപാട് പ്രത്യേകത ഉള്ള ഒരാളാ. വളരെ മാന്യൻ. ഇവിടെ ഈ നാട്ടിലുള്ളവർക്കൊക്കെ വിവേകേട്ടനെ കുറിച്ച് നല്ല അഭിപ്രായ. നല്ല സ്നേഹമുള്ള ഇത് കണ്ടോ? പക്ഷെ ഇതൊന്നുമല്ല വിവേകാനന്ദൻ. രാത്രി ഞങ്ങൾ ഒറ്റയ്ക്കാവുമ്പോ വിവേകേട്ടൻ മറ്റൊരാളാണ്. സിത്താര ബാക്കി പറയുന്നതിന് മുമ്പ് നമുക്ക് ഒരാളെ കൂടെ പരിചയപ്പെടണം. ഒളിച്ചു വന്ന രാജാവിനെ തുറന്നു വിടുന്നത്? അയ്യോ മാഡം, ഞാൻ താഴെ ഇരുന്നിട്ട് ഭയങ്കര ബോറടി. അതേ വീട്ടിൽ കയറുന്ന എല്ലാവർക്കും തോന്നുക. എന്നാ പിന്നെ ബോറടി മാറ്റാൻ ഒരു ഗെയിമിന് ഇരുന്നാലോ? ആ പിന്നെ അതിനെ ഞാൻ വൈറ്റാണല്ലേ?
വീട്ടിൽ ഭയങ്കര ബോറടി ആയതുകൊണ്ടാണോ മാഡത്തെ എവിടെ നിന്ന് കാണാത്തെ? ഏയ് എനിക്കങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റുമോ? ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ളതല്ലേ. അതുകൊണ്ട് തന്നെ മാഡത്തിനെ പറ്റി ഉഗ്രൻ അഭിപ്രായം പുറത്തൊക്കെ. ആണോ? എന്തഭിപ്രായങ്ങൾ? അത് പലതും ഉണ്ട്. അല്ല, മാഡം മിടുക്കിയാണ്, കാര്യപ്രാപ്തിയുള്ള ആളാണ്, തൊഴിലാളികളോടൊക്കെ നല്ല പെരുമാറ്റമാണ്, ശമ്പളം കൃത്യസമയത്ത് കൊടുക്കും, അങ്ങനെയൊക്കെ. നല്ല അഭിപ്രായങ്ങളാണല്ലോ. പിന്നെ ഇതൊന്നും കൂടാതെ ഓരോ അഭിപ്രായം കൂടെ ഉണ്ട്. എന്ത്? മാഡം ഭയങ്കര സുന്ദരിയാണ് എന്നൊരു അഭിപ്രായം കൂടെ ഉണ്ട്. അഭിപ്രായങ്ങൾ കൂടാതെ ചില സംശയങ്ങളും ഉണ്ട് കേട്ടോ. ഓ, അതുണ്ടോ? എന്താണ് സംശയങ്ങൾ? അല്ല, ഈ എൽഡോ ചായനെ പോലൊരാൾക്ക് ഇത്രയും മിടുക്കിയായിട്ടുള്ള ആരെങ്കിലും സംഭവിച്ചെന്നുള്ളത്. ഇത് നമ്മൾ പണ്ട് പോലെ കേൾക്കുന്ന കഥയല്ലേ. ഇതുപോലൊരു ബംഗ്ലാവ്, അതിൽ പെട്ടുപോകുന്ന പാവം പെൺകുട്ടികൾ, അതിലൊന്നും വലിയ കഥയില്ലെന്നേ. പെട്ടുപോന്നൊന്നും പറയല്ലേ. ഞാൻ നോക്കിയിട്ട് മഴയോട് റാണിയെപ്പോലല്ലേ ജീവിക്കുന്നത്. ശരിയാ, മഹാറാണി. ചെക്ക്. ഷോ, ഇതാദ്യമായിട്ടോട്ടോ ഒരു പെണ്ണെന്നെ തോപ്പിക്കുന്നേ. അല്ല, ഇത്രയും പെട്ടെന്നേ. മാഡം ശരിക്കും ഭയങ്കര മിടുക്കിയാണല്ലേ. അതെ. ഇപ്പൊ എന്താ, ഈ ബോറടിക്ക് മാറിയില്ലേ? പിന്നെ എന്നാ ഇനി ബെല്ലിന് താഴെ പോയി വെച്ചതിന്റെ കാര്യങ്ങളൊക്കെ നോക്കാലോ. ആ, സോറി, കുറച്ച് സമയമായി. ഓക്കെ. കുപ്പി ഇവിടെ ആയിരുന്നു. അപ്പൊ ഇനി ബോറടിക്കുമ്പോ ഒരു ഗെയിമിന് വരാലോ അല്ലേ? ഞാൻ ജയിക്കാൻ പോകുന്ന ഗെയിം നോക്കാം. ഓക്കെ, മതി. മതി. ബെൽതാസർ. എന്നാച്ചേ? സോറി, ഇത് ഞാനിപ്പോൾ തന്നെ ശരിയാക്കി തരാം. ഇനി ഇങ്ങനൊന്നും ഉണ്ടാവില്ല കേട്ടോ.